പ്രിയപ്പെട്ടവരെ, ഇന്ന് 10-ാം ഉദയമാണ്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ 10-ാം ഉദയം എന്താണെന്നൊന്നും അറിയാൻ സാധ്യത കുറവാണ്. 10-ാം ഉദയം എന്ന് പറഞ്ഞാൽ വിഷു കഴിഞ്ഞ് 10-ാം ദിവസമാണ്. വിഷു തന്നെ മതപരം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഭൂമിശാസ്ത്രപരമായ ഒരു ആഘോഷമാണ്, ഒരു ആചാരമാണ്. ഈ വിഷു ദിവസം സൂര്യൻ ഭൂമധ്യരേഖയിൽ തിരിച്ചെത്തുന്നു എന്നാണ് സങ്കല്പം. അതായത് ഡിസംബർ 22-ാം തീയതി ആരംഭിക്കുന്ന ഉത്തരായണം ഏതാണ്ട് ഭൂമധ്യരേഖയിൽ എത്തുന്ന ദിവസമാണ്. പുതുക്കിയ പഞ്ചാംഗപ്രകാരം അത് മാർച്ച് 21-നാണ്. നമ്മുടെ കാരണവന്മാർ കണക്കൂട്ടി പണ്ടുകാലത്ത് തീരുമാനിച്ച ദിവസം ഏപ്രിൽ 14 അല്ലെങ്കിൽ മേടമാസം 1-ാം തീയതിയാണ്. അങ്ങനെയാണ് വിഷു സംക്രാന്തി എന്നൊക്കെയുള്ള സങ്കല്പം ഉണ്ടായത്. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു. വിഷു സംക്രാന്തി. വിഷു എന്ന് പറയുന്നത് സൂര്യൻ ഭൂമധ്യരേഖയിൽ എത്തുന്ന സമയമാണ്. അപ്പോൾ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കണിക്കൊന്നകൾ പൂക്കുന്നത്, അല്ലെങ്കിൽ വെള്ളരിയിൽ കണിവെള്ളരിക്ക ഉണ്ടാകുന്നത്, വിഷുവിനോടടുപ്പിച്ച് മഴ പെയ്യുന്നത്, വിഷുച്ചാലിൽ വിത്ത് വിതയ്ക്കുന്നത്. ഇതൊക്കെ കാർഷികമായ ഒരു ഉത്സവമാണ് വിഷു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന. ഇതിന് സമാനമായ ഉത്സവങ്ങൾ വടക്കേന്ത്യയിലുമുണ്ട്. ഈ പഞ്ചാബിലെ ബൈശാഖി, അല്ലെങ്കിൽ ആസാമിലെ ബിഹു, തെലുങ്കന്മാരുടെ ഉഗാദി, ഇതൊക്കെ ഏതാണ്ട് ഇതിനോട് സാദൃശ്യമുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളോട് കൂടിയ ആചാരങ്ങളും ആഘോഷങ്ങളുമാണ്. ഞാൻ വിഷുവിനെ കുറിച്ചല്ല പറയുന്നത്. വിഷു ദിവസം സൂര്യൻ ഭൂമധ്യരേഖയിൽ എത്തുന്നു എന്നൊരു സങ്കല്പമെങ്കിലും മലയാളികളായ നമ്മുടെ തലയ്ക്ക് മീതെ എത്തുന്ന ദിവസമാണ് 10-ാം ഉദയം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. സൂര്യൻ നേരെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ഏറ്റവും ചൂട് കൂടിയ ഒരു ദിവസമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ പോലെ ചില കാർഷികമായ ആഘോഷങ്ങൾ, പുതിയ വീട്ടിൽ താമസം തുടങ്ങാൻ, അല്ലെങ്കിൽ പാടത്ത് വിത്ത് വിതയ്ക്കാൻ, ചെടികൾ നട്ടുപിടിപ്പിക്കാൻ, ഇതിനൊക്കെ ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ് 10-ാം ഉദയം എന്നാണ് സങ്കല്പം. 10-ാം ഉദയത്തിന് വീടുകളിൽ പായസം ഉണ്ടാക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അല്പം മതപരമായ ഒരു സൂചന കൂടിയുള്ള ഭൂമിശാസ്ത്രപരമായ ഒരു ആഘോഷമാണ് 10-ാം ഉദയം. വിഷു തൊട്ട് 10 ദിവസത്തിനുള്ളിലാണ് സാധാരണ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ സർപ്പത്തിന് 100 പാൽ കൊടുക്കും, വിഷുവിനും 10-ാം ഉദയത്തിന് ഇടയ്ക്കുള്ള സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പ്രത്യേകതകളും ഈ ദിവസത്തിനുണ്ട്. അപ്പോൾ ഈ 10-ാം ഉദയത്തിൻ്റെ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AKG സെൻറ്ററിലാണ്. നമുക്കറിയാമല്ലോ, AKG സെൻറ്ററിനും വലിയ ചരിത്രമുണ്ട്. സഖാവ് AKG മരിച്ച സമയത്ത് അന്ന് നമ്പൂരിപ്പാടും മറ്റുമൊക്കെ ഈ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ 1977-ലാണ്. 77-ാം ആണ്ടിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആൻ്റണിക്ക് ഒരു അപേക്ഷ കൊടുത്തു. മഹാനായ AKGയുടെ നാമധേയത്തിൽ തിരുവനന്തപുരത്ത് ഒരു പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിന് പാർട്ടി ഉത്സാഹിക്കുന്നു, അതിന് താല്പര്യപ്പെടുന്നു, പണം ഞങ്ങളുണ്ടായിക്കൊള്ളാം, സ്ഥലം സർക്കാർ പതിച്ചു തരണം എന്ന്. ആൻ്റണി ഒരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് മാർക്സിസ്റ്റുകാർ പഠനവും ഗവേഷണമൊക്കെ നടത്തട്ടെ, നന്നാവട്ടെ, വെട്ടും കുത്തും നിർത്തട്ടെ എന്ന് കരുതി തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സർവകലാശാലയുടെ കുറച്ച് സ്ഥലം പതിച്ചു, പാളയത്ത്. ആ സ്ഥലത്ത് പഠനം ഉണ്ടായില്ല, ഗവേഷണം ഉണ്ടായില്ല, ഒരു ഉണ്ടായില്ല. അവിടെ പാർട്ടി അതിഗംഭീരമായൊരു ആസ്ഥാന മന്ദിരം പണിഞ്ഞു. അതാണ് AKG സെൻറ്റർ. അവിടെ പഠനമില്ല, ഗവേഷണമില്ല, ഒരു ഉണ്ടം പുരിയുമില്ല. പക്ഷേ പാർട്ടി ഓഫീസ് ശക്തമായിട്ട് നടന്നു. പിന്നെ അതിനോട് ചേർന്ന് പാർട്ടി നേതാക്കന്മാർക്ക് താമസിക്കാൻ ഭവന പാർപ്പിട സമുച്ചയമൊക്കെ ഉണ്ടാക്കി. പാർട്ടി ഫ്ലാറ്റ്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് അവിടെ താമസിക്കാം. അങ്ങനെയുള്ളതായി AKG സെൻറ്റർ പോരാ എന്ന് ഇപ്പോൾ പാർട്ടിക്കാർക്ക് തോന്നി. ഇപ്പോൾ പാർട്ടിക്ക് പണത്തിനൊരു ക്ഷാമമില്ല. ആപ്കാരികൾ, പാറ പൊട്ടിക്കുന്നവരും വായിൽ നികത്തുന്നവരും ഒക്കെ പാർട്ടി ബന്ധുക്കളായിട്ട് സഹായികളായിട്ട് നിൽക്കും. പിന്നെ യൂസഫലിയെ പോലെ, രവിപ്പിള്ളയെ പോലെയുള്ള സാധുക്കൾ വേറെയുണ്ട്. ചോദിപ്പിൻ തരപ്പെടും എന്ന ക്രിസ്തു വചനമാണ് ഇപ്പോൾ പാർട്ടിക്ക് ഒരു മാർഗനിർദ്ദേശക തത്വമായിട്ട് നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ഈ സുവർണകാലത്തെങ്കിൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? പഴയ ആസ്ഥാന മന്ദിരം പോരാ, ഒരു പുതിയ ആസ്ഥാനം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പാർട്ടി ഒരു 32 സെൻറ്റ് സ്ഥലം പാളയത്ത് തന്നെ പെട്ട വില കൊടുത്ത് വാങ്ങിച്ചു. അവിടെ 9 നിലയുള്ള അതിഗംഭീരമായ ഒരു ആസ്ഥാന മന്ദിരം പണിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരെന്തായിരിക്കും? തൽക്കാലം അതിൻ്റെ പേര് AKG സെൻറ്റർ തന്നെയാണ്. തൽക്കാലം അതിന് AKG സെൻറ്റർ എന്ന് വിളിക്കും. നമ്മുടെ കാരണഭൂതൻ്റെ കണ്ണടഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പേര് പിണറായി സെൻറ്റർ എന്നാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ രഹസ്യമായിട്ട് വെച്ചേക്കാണ്. അധികം വൈകാതെ അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം AKG സെൻറ്റർ അപ്പുറത്ത് പോയിട്ട് ഇനി പാർട്ടിക്കാർ പഠനവും ഗവേഷണവും പഴയ AKG സെൻറ്ററിൽ വെച്ച് നടത്തും.
പാർട്ടിയുടെ ഓഫീസായിട്ട് ഈ പുതിയ AKG സെൻറ്റർ അഥവാ ഭാവിയിലെ പിണറായി സെൻറ്റർ ഉപയോഗിക്കും. അപ്പോൾ പിണറായി സെൻറ്ററിൻ്റെ ഉദ്ഘാടകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, കാരണഭൂതനായ അഖില കേരള ചക്രവർത്തി പിണറായി മഹാരാജാവ്. ഈ 10-ാം ഉദയത്തിൻ്റെ അന്ന് വൈകുന്നേരം 5 മണിക്ക് 10-ാം അസ്തമയം എന്ന് വേണമെങ്കിൽ പറയാം, ആ മഹനീയ മുഹൂർത്തത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കും. അവിടെ വലതുകാൽ വച്ച് നമ്മുടെ നേതാക്കന്മാർ പ്രവേശിക്കും. പിണറായി സഖാവ്, ഗോവിന്ദൻ സഖാവ്, പിന്നെ ഇപ്പോൾ ബേബി സഖാവ്, ജയരാജ സഖാവ് മുതലായ മറ്റ് സഖാക്കന്മാരും എല്ലാം വലതുകാൽ വച്ച് ഇവിടെ പ്രവേശിക്കും. അങ്ങനെ ഒരു മംഗള ദിവസമാണ്, വളരെ മംഗളകരമായ ദിവസമാണ് ഇത്തവണത്തെ 10-ാം ഉദയം. അപ്പോൾ ഈ മന്ദിരത്തിൽ താമസിച്ചുകൊണ്ടും അവിടെ ഇരുന്നുകൊണ്ടും ആയിരിക്കും ഇനി പാർട്ടിയുടെ ഭാവി പരിപാടികൾ തീരുമാനിക്കുക. തുടർ ഭരണം എങ്ങനെ തുടർച്ചയായ ഭരണമാക്കി മാറ്റാം, എങ്ങനെ 3-ാം പിണറായി സർക്കാർ സാധ്യതപ്രായമാക്കാം, എങ്ങനെ ഈ രാജ്യത്ത് വിപ്ലവം ഉടനെ തന്നെ നടത്തി വിജയിപ്പിക്കാൻ കഴിയും. സായുധ വിപ്ലവമാണ് നല്ലത്, അതോ ബാലറ്റ് പെട്ടിയിൽ കൂടിയുള്ള വിപ്ലവമാണ് നല്ലത്, അതോ ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൂടിയുള്ള വിപ്ലവമാണ് നല്ലത് എന്നൊക്കെ ആലോചിക്കാനും തീരുമാനമെടുക്കാനും വേണ്ടിയിട്ടാണ് പുതിയ ഈ ആസ്ഥാന മന്ദിരം പണിയിച്ചിട്ടുള്ളത്. ഈ പിണറായി സെൻറ്ററിൻ്റെ ഉദ്ഘാടകൻ സഖാവ് പിണറായിയാണെന്ന് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം നഗരത്തിൽ ഏതാണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിക്കാണെന്ന് ഞാൻ വിചാരിക്കും. ഈ പോസ്റ്ററിലുള്ളത് ഈ മന്ദിരത്തിൻ്റെ ഒരു ചിത്രവും അതിൽ കൂടെയുള്ളത് സഖാവ് പിണറായിയുടെ ചിത്രവും മാത്രമാണ്. സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിൻ്റെ പടമില്ല. അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബേബി സഖാവിൻ്റെ പടവുമില്ല. കാരണം അവർക്കൊന്നും ഈ പാർട്ടിയിൽ യാതൊരു പ്രാധാന്യമില്ല. പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുമില്ല, അദ്ദേഹത്തിൻ്റെ പടവുമില്ല. എന്തിന് സാക്ഷാൽ മരുമകൻ്റെ പടം പോലുമില്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി പിണറായിയിൽ ആരംഭിച്ച് പിണറായിയിൽ അവസാനിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു എന്ന പാട്ട് പോലെ നമ്മുടെ പുതിയ AKG സെൻറ്റർ അഥവാ വരും കാലത്തെ പിണറായി സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ്. ഇത് ലോക മുതലാളിത്തത്തിന് ഏറ്റവും വലിയൊരു പ്രഹരവും സോഷ്യലിസ്റ്റ് ശക്തികൾക്ക് ആവേശം പകരുന്ന ഒരു ചരിത്ര സന്ദർഭവുമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. പുതിയ ആസ്ഥാന മന്ദിരത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മംഗളമല്ല, മനോരമയുമല്ല, ദേശാഭിമാനി തന്നെ നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.